ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചിസ് വേൾഡ്. അപ്പോൾ ഞാൻ മോനോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ വ്ളോഗാണ്. 5 ദിവസത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം, വീഡിയോയിലല്ല, വീഡിയോ കണ്ടപ്പോൾ ഒരാൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് പറഞ്ഞു. ആൾ ബുദ്ധിമുട്ടായി പറഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടറിനൊക്കെ കാണിച്ച ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത്. ഡോക്ടറിനെ കാണിച്ചിട്ട് മോന് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിയത്തി കുട്ടീനെ കാണിക്കാൻ ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളെയും ഒരുമിച്ച് അഡ്മിറ്റാക്കി, അനിയത്തിൻ്റെ കുട്ടീനെ അഡ്മിറ്റാക്കി, എൻ്റെ മോനെ അഡ്മിറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനും അതുപോലെ അനിയത്തിയുടെ കുട്ടിക്കും ESR കൂടുതലാണ് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് ഒരാഴ്ച മുന്നേ പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറിയതാണ്. പിന്നെ അവന് ഐസ്ക്രീമൊക്കെ തിന്നു, അതിൽ ചുമ വന്ന് പിന്നെയും പനി വന്നു. അപ്പോൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അനിയത്തിയുടെ കുട്ടീനെയും കാണിച്ചപ്പോഴും ഇതുപോലെ അവൾക്ക് പനി മാറാതെ നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളെയും കാണിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടാളെയും അഡ്മിറ്റാക്കി. അപ്പോൾ ഞങ്ങൾ രണ്ടാൾക്ക് റൂമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വന്നു. എന്നിട്ട് മോൻ്റെ കയ്യിലും ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അനിയത്തിൻ്റെ കുട്ടിയുടെ കയ്യിൽ ഇഞ്ചക്ഷനൊക്കെ ഇട്ട് 2 പേര് 2 റൂമിലാട്ടോ. അപ്പോൾ ഇവർക്കൊക്കെയുള്ള മരുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുന്നൊക്കെ കയറി ഫുഡൊന്നും കൊടുത്ത് കഴിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കുറേശ്ശെ കൊടുത്ത് നോക്കുമ്പോൾ ഓരോ വായ കഴിക്കും, പിന്നെ കഴിക്കില്ല. അങ്ങനെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി നീച്ചിട്ട് അപ്പോൾ അനിയത്തിൻ്റെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ റൂമിൽ പോയി ഞങ്ങൾ തൂക്കാത്രൊക്കെ എടുത്ത് പോയി ചായയൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ വോയിസിന് ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറവ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം നല്ല ഇടിയും മഴയും പുറത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞങ്ങൾ റൂമിലൊക്കെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അവന് ചായ കുടിച്ചപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. പിന്നെ ഫുഡൊന്നും നേരെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നല്ല പനി ഉണ്ടായിരുന്നു. മരുന്ന് കൊടുക്കുമ്പോൾ കുറച്ച് നേരം കുറയും, പിന്നെ കഴിഞ്ഞാൽ പിന്നെയും പനി നല്ല വരും കേട്ടോ. അവന് വന്നപാട് പനി 102 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. പനി കാരണമാണ് അവൻ അഡ്മിറ്റ് ആക്കിയത്. ചുമയൊന്നും കാര്യമായിട്ടില്ല, കഫക്കെട്ടുമില്ല, പനി നന്നായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അവന് സൂചിയൊക്കെ വെച്ചിട്ട് കരഞ്ഞപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വണ്ടിയൊക്കെ മേടിച്ച് കൊടുന്ന് ഒന്ന് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ചോര എടുത്തൊക്കെ പറയട്ടെ. നമ്മൾ അഡ്മിറ്റ് ആവണ മുമ്പ് തന്നെ ലാബിൽ നിന്ന് പോയിട്ട് രക്തമൊക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ഇവിടെ കുത്തി എന്നൊക്കെ പറയട്ടോ അവൻ. അതുപോലെ നമ്മൾ വന്ന പാടന്നെ അവർ നമ്മളെ ഒരുപാട് നേരം ഒരു 1/4 മണിക്കൂറോളം നല്ല ചൂടുവെള്ളത്തിൽ മേലൊക്കെ തുടപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവന് പനി ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ 102 ഡിഗ്രി ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ സാർ അഡ്മിറ്റ് ആക്കിയതാണ്. ഇപ്പോൾ അവന് വൈകുന്നേരത്ത് എന്താ വേണ്ടത് ചോദിക്കട്ടെ, ഞാൻ ചോറ് വീട്ടിൽ നിന്ന് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് മീൻ വേണം പറയുന്നുണ്ട്, പക്ഷെ കഴിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മേലൊക്കെ തുടച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പനി ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ പനി ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കടന്നു കേട്ടോ. വേറെ പണിയൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും പണി ഉണ്ടാവും. ഹോസ്പിറ്റലായാൽ നമുക്ക് എന്തെങ്കിലും പുറത്തുപോയിട്ട് മേടിച്ചിട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ വെറുതെ ഇങ്ങനെ കിടക്കുക. അതുപോലെ മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുമ്പോൾ അതിന് അവനെ പിടിച്ചു കൊടുക്കണം കേട്ടോ. അവൻ കരയും. സൂചി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവൻ കരയും, കാരണം അവന് ഇപ്പം തന്നെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതിനുശേഷം ഇഞ്ചക്ഷനൊക്കെ ചെയ്ത ശേഷം പിന്നെ അവന് ഒന്നുകൂടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മരുന്ന് കയറിൻ്റെ ക്ഷീണം കൊണ്ട്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് വൈകുന്നേരം രാത്രിയായപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കൊണ്ട്. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു, അവന് മേലൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി പനി വരണം, മേലൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി റൂമിൽ നിന്ന് ഇവനകത്തേക്ക് വന്നതാണ്. അവളെന്തോ സാധനം എടുക്കാണ്ട് പറഞ്ഞിട്ട് വന്നാൽ കേട്ടോ. അപ്പോഴൊക്കെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു മോന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ വൈകുന്നേരത്തുള്ള ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിസ്റ്റർ വന്ന് കേട്ടോ. അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത ശേഷം പിന്നെ അവൻ കുറച്ച് നേരം കരഞ്ഞു കേട്ടോ. വേദന എടുത്തിട്ട് മരുന്ന് കയറുമ്പോഴുള്ള ചെറിയൊരു വേദന ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് കരഞ്ഞിട്ട് കുറച്ചേരം മാറ്റിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അനിയത്തിയുടെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മാനത്തും ഉപ്പാനത്തും. കാരണം അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവൾക്കും കൂടി പനി വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ കൊണ്ടുപോയി വിട്ടു. പിന്നെ അവൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവും, അപ്പോൾ ഞാൻ അവളെ കൊണ്ടുപോയി വിട്ടു. അങ്ങനെ ഇപ്പോൾ രാത്രി കഴിഞ്ഞ് ഞാനും മോനും കിടന്നുറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ആയാൻ വേണ്ടി ചോദിക്കാൻ പോയതാട്ടോ. അപ്പോൾ മോനവിടെ ഇരിക്കണം, അവൻ്റെ വിചാരിച്ചപ്പോൾ അവൻ ഇവിടുന്ന് സൂചിയൊക്കെ ചോദിച്ചിട്ട് അവൻ പേടിച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ അവന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. രാവിലെ ഇഡ്ഡലിയല്ല, വെള്ളപ്പം ചട്നി ചമ്മന്തിയൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ കയ്യിൽ. അപ്പോൾ അതൊക്കെ മോന് വാരി കൊടുക്കട്ടെ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കരുതെന്ന്. ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചാലും അവന് ഫുഡ് കൊടുക്കാറില്ല പുറത്തുനിന്ന് മേടിച്ചിട്ട്. അപ്പോൾ അവനിപ്പോൾ വെള്ളപ്പം അതുപോലെ ചട്നി ചമ്മന്തിയൊക്കെ കൂടിയിട്ട് രാവിലത്തെ ചായയും കടിയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം അവന് രാവിലത്തെ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് സിസ്റ്റർമാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോന് അതൊക്കെ അളക്കട്ടോ. അളക്കിയിട്ട് മരുന്ന് നേരെ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ മരുന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ ശേഷം പാത്രമൊക്കെ അനിയത്തിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അവളത്ത് കൊടുത്തിട്ടുള്ള ഒരു പാത്രം മേടിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അതിന് അനിയത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പാത്രമൊക്കെ മേടിച്ചിട്ട് റൂമിലോട്ട് പോയിട്ട് അപ്പോഴൊക്കെ സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ വരാറായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ റൂമിലോട്ട് പോയി. അപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ട്, ഒരു 10:30 ആയപ്പോൾ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അവനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനിയത്തിൻ്റെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കിപ്പോൾ ടൂർ വന്ന മാതിരിയാണ്. അങ്ങോട്ടും കുറച്ച് നേരം പോയിരിക്കും, അവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെയും വന്നിരിക്കും, അങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നതായിരുന്നു കേട്ടോ. ഇവനും അങ്ങനെ തന്നെ ഒന്ന് ഉഷാറായി അടുക്കുന്ന അവളുടെ അടുത്തേക്ക് പോകും, ഇങ്ങോട്ട് വരും. ഒരു ടൂർ വന്ന മാതിരി അങ്ങോട്ടും കൊണ്ട് നടക്കുന്നതായിരുന്നു. അപ്പോൾ അവന് വൈകുന്നേരത്ത് വീണ്ടും ട്രിപ്പ് ഇടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടി കിടത്തി. അതിന് ശേഷം പിന്നെ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കട്ടോ. അപ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് ചോറും പയറും ഒക്കെ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവൻ്റെ മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അവൻ്റെ കൈ ഭയങ്കര വേദന എടുക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ അവന് കൈ ഭയങ്കര വേദന എടുക്കാൻ പറഞ്ഞിട്ട് സിസ്റ്റർമാർ രാവിലത്തെ ഇഞ്ചക്ഷൻ ഊരി മാറ്റിയിട്ട് മറ്റേ കയ്യിലേക്ക് വെച്ചിട്ട് അത് കുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കൈ അവൻ നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വീർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല ചുവപ്പ് കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ മാറ്റി കുത്തി. ഇപ്പോൾ അവന് പനി വീണ്ടും വരാൻ തുടങ്ങി കേട്ടോ. പനി ഇടയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ മാറും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരും. അങ്ങനെ 3 ദിവസത്തോളം പനി ഇങ്ങനെ വിട്ട് വന്നുകൊണ്ടേ ഇരിക്കാന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ചായം കടിയൊക്കെ കൊടുത്തിട്ട് ഞാനും ഇതുമ്മടെ പുറത്തോട്ടുള്ള ഹോട്ടലിൽ പോയതാട്ടോ ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. ഉച്ചക്കുള്ള ചോറ് ഇതൊക്കെ ഇട്ട് മോനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും അനിയത്തിയുടെ ഉമ്മയുണ്ടായിരുന്നു, അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയുണ്ടായിരുന്നു കേട്ടോ അവളുടെ കൂടെ. ഞാനും മോനും അതുപോലെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും മാടയാണ് ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പാടെ അങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി എന്നാണ് മോനുള്ളത് വീട്ടിൽ നിന്ന് കൊടുന്ന രാവിലത്തെ പലഹാരം ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് മതി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറ് മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ചോറൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉച്ചക്കുള്ള കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ മോന് അനിയത്തിയുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈമിലൊന്ന് ഫ്രഷായിട്ട് ചായ മേടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. വൈകുന്നേരത്തേക്കുള്ള ചായ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല മഴ ഉണ്ട് കേട്ടോ പുറത്ത്, അതുകൊണ്ട് പുറത്തോട്ടാകുമ്പോൾ അങ്ങനെ വീടെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി ചായയൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ റൂമിലോട്ട് പോകട്ടെ. അനിയത്തിയുടെ റൂമിലോട്ടാണ് പോയത്, കാരണം കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ അപ്പ എൻ്റെ ചെറിയ മോളെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ 2-3 ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം വൈകിട്ടാട്ടോ ഇപ്പോൾ കൊടുന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കാണാൻ തോന്നണം പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ
കാക്കാൻ്റെ സൂചി മാറിയെന്നൊക്കെ കേട്ടോ ആദ്യം ചോദിച്ചത്. അവൾ പേടിച്ചിട്ട് അന്ന് തന്നെ പോയതാണ്. എൻ്റെ മോൻ്റെ കയ്യിൽ സൂചി വെക്കണ കണ്ടപ്പോൾ പേടിച്ചിട്ട് അവളോട് നിൽക്കാണ്ട് വേഗം പോയതാട്ടോ. പിന്നെ അവളെ ഉമ്മി പന്നത്തോളം നിൽക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവൾ വന്ന ശേഷം അവൾക്ക് മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് നടിയിലോട്ട് പോയതാട്ടോ. ഒരു കോലി മുട്ടായിയൊക്കെ മേടിച്ച് കൊടുന്നു. അവളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ രണ്ടാളും കൂടെ ഇരുന്ന് ഇങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. അവൾക്ക് അവൻ്റെ കയ്യിലത്തെ സൂചി കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അവൾ അങ്ങോട്ട് അടുത്തേക്ക് അങ്ങനെ പോവില്ല. അപ്പോൾ രണ്ടാളും കൂടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ രാത്രിക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുക കേട്ടോ. നേരത്തെ ഫുഡ് കഴിച്ചു, കുട്ടികൾക്ക് നേരത്തെ കൊടുത്തു. പിന്നെ അവർക്കൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അപ്പോൾ അനിയത്തിയുടെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പാടെ ടോയ്സൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. മോന് ചോറ് കഴിക്കൽ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അവനവിടെ കിടക്കുന്നുണ്ട്, ഇവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇത് പിന്നെ പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ മുകളിൽ അനിയത്തിയുടെ കുട്ടിയാണ് പോയപ്പോൾ അവൾ അങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. അതുപോലെ മോനും അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് പിന്നെ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും തന്നെയാണ് പണി ഉണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങോട്ട് പോയത് മോള് നോക്കി നിൽക്കുക കേട്ടോ. അവൾക്ക് പിന്നെ സിസ്റ്റർമാരെ കാണുമ്പോൾ ഭയങ്കര പേടി. അവരെങ്ങാനും വന്ന് സൂചി വെക്കുമെന്ന് വിചാരിച്ചിട്ട് അവൾ ഇവിടെ നിൽക്കട്ടെ. അങ്ങോട്ട് പോയ അനിയത്തി സിസ്റ്റർമാരുടെ അടുത്തുള്ള റൂമിലായിരുന്നു കേട്ടോ. അവൾ ചെറിയ കുട്ടിയായതുകൊണ്ട് അവളെ സിസ്റ്റർമാരുടെ അടുത്തുള്ള റൂമിലാക്കി. കാരണം കുട്ടി കരയുകയൊക്കെ ചെയ്താൽ വേഗം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോള് 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ എഴുന്നേറ്റ് പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് വീഡിയോ നോക്കിയിട്ട് ഹായ് ഗേയ്സ് അസ്സലാമു അലൈക്കും ബാച്ചസ് വേൾഡ് എന്നൊക്കെ പറയാമെന്ന്. അപ്പോൾ അവൾ അതുപോലെയൊക്കെ പറയാം കേട്ടോ. ചെറുതായിട്ട് ശരിയാവും, നല്ലോണം പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അവൾക്ക് വിശന്നിട്ട് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്ത് കേട്ടോ. കത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, സ്പൂണൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ള കൈ കൊടുത്തിട്ടുള്ള നിന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ മോന് ചോറ് കൊടുത്തു, മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവിടെ കിടന്നു കേട്ടോ. മോന് ഉറങ്ങി, ഞാനും മോളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ കിടന്നു വന്നിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. അപ്പോൾ അവനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവനെ അവൾ കെട്ടി പിടിക്കുക ഉറക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയി. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ടു. അപ്പോഴേക്കും പിന്നെ ഉപ്പയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊക്കെ വന്നിട്ട് അവളെ കൊണ്ട് വീട്ടിലോട്ട് പോയിട്ടോ. എൻ്റെ വീട്ടിലോട്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഡിസ്ചാർജ് ആകും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നാളെ നോക്കിയിട്ട് വിടാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിന്ന് മോളെ വീട്ടിലോട്ട് പറഞ്ഞയച്ചു. നാളെ പിന്നെ ബില്ലടക്കാനും കാര്യങ്ങൾക്ക് പോകുമ്പോൾ രണ്ടാളും കൊണ്ടും പോകാൻ പറ്റില്ല. പിന്നെ ഡോക്ടറെ പോകണ മുമ്പ് കാണുകയൊക്കെ വേണം. അപ്പോൾ ഞാൻ അവളെ വീട്ടിലോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ പിന്നെ 5-ാമത്തെ ദിവസമായിട്ട് ഡിസ്ചാർജ് ആവേണ്ടതിന് അന്നത്തെ ദിവസമാണ്. മോനെ എഴുന്നേറ്റിട്ടില്ല, അവന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ പോയി ചായയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ നല്ലോണം പെയ്യും, പിന്നെ കുറച്ച് നിൽക്കും, പിന്നെയും പെയ്യും. തന്നെയാണ് ഇവിടുത്തെ പാട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോയെന്നാവല്ലേ? മഴ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ന്യൂസിലൊക്കെ നല്ലോണം എല്ലായിടത്തും മഴ ഉണ്ടെന്നാണ് കാണിക്കണത്. അപ്പോൾ രാവിലെയൊക്കെ ആയി മോന് എഴുന്നേറ്റ് മോന് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ ഉറങ്ങുകയാണ്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ ആവി പിടിക്കാനുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം 4-ാമത്തെ ദിവസം 5-ാം ദിവസം അവന് ആവി ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചുമ ഉണ്ട് പറയുമ്പോൾ ഡോക്ടർ ആവിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവിയൊക്കെ പിടിക്കൽ കഴിഞ്ഞു. അതിനൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ റാഹത്തായിട്ട് പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.